ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യ ദിവസം 100 ബാലിസ്റ്റിക് മിസൈലായിരുന്നെങ്കിൽ രണ്ടാം ദിവസം അത് 200 പിന്നെ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ വർഷം വരാൻ പോകുന്നു, ഇസ്രായേൽ പിടിക്കണമെങ്കിൽ പിടിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്തായാലും അയൺ ഡോമുകൾക്ക് പോലും രക്ഷിക്കാനാവാത്ത വിധം ഉള്ള മിസൈലുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഒരു കൗണ്ടറായിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് ഈ അയൺ ഡോമുകളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഡ് എന്തോ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയൺ ഡോമുകൾ ഇത് തടയുന്നതിന് മുമ്പ് തന്നെ ഇത് വന്ന് പതിക്കുന്നു. SKN ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1300 മുതൽ 1500 കിലോമീറ്ററാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിക്കാൻ അവിടുന്ന് തൊടുത്തു വിട്ടാൽ 12 മിനിറ്റാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ. അത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുമുണ്ട്. 12 മിനിറ്റ്. അത് ക്രൂയിസ് മിസൈലാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഒരു ഡ്രോൺ ആണെങ്കിൽ ഡ്രോണിന് 9 മണിക്കൂർ വരെ എടുക്കാം, കാരണം അത് വളരെ സ്ലോ ആണ്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈൽ ടോപ്പിലേക്ക് വന്ന് നേരെ വന്ന് താഴോട്ട് കുത്തനെ വീഴുകയാണ്. അതുകൊണ്ട് ഈ അയൺ ഡോമുകൾക്ക് ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോൾ തടയാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തത്. ഇസ്രായേൽ ഇതുവരെ ഗസയിൽ നിന്നൊക്കെയുള്ള യമനിൽ നിന്നൊക്കെയുള്ള മിസൈലുകൾ തകർത്ത് കളയായിരുന്നു. പക്ഷേ ഇത് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിരവധി ഏതാണ്ട് 25 പേര് അവരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 40 പേരെ കെട്ടിടങ്ങൾക്കിടയിൽ കാണാനില്ല. ഇസ്രായേലിന് വല്ലാത്ത ആൾനാശം ഉണ്ടായിട്ടുണ്ട്.